ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇതാണ് ഒരു അടിപൊളി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതാ ഞാൻ ഒരു 1 kg വാനില സ്പോഞ്ച് റൗണ്ട് ഷേപ്പ് കേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റ് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പ് കേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ഹാർട്ട് ഷേപ്പാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം കട്ട് ചെയ്ത ഭാഗത്ത് വീണ്ടും നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് എങ്ങനെയാണ് ഗോൾഡൻ്റെ ഗ്ലിറ്ററും ഡസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കും മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ വെച്ചിട്ടാണ് ഈ ഒരു കേക്കിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കേക്ക് ഞാൻ ഫുള്ളായിട്ട് ക്രീം കോട്ടൺ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ക്രീമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത കേക്കാട്ട് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ മാനുവൽ എയർ ബ്രഷ് വെച്ചിട്ട് കേക്കിലേക്ക് നമുക്ക് ഗോൾഡൻ ഗ്ലിറ്ററാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നീക്കി പിടിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ, കേക്കിൽ തട്ടരുത്. ഈ സമയത്തൊക്കെ ഇത് കേക്കിൽ തട്ടിയിട്ട് പിന്നെ നമുക്ക് വീണ്ടും മെനക്കെട് പണിയാണ്. അപ്പോൾ കുറച്ച് നീക്കി പിടിച്ച് ഇതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലുമാണ് ഞാൻ കൊടുക്കുന്നത്, താഴെ ഭാഗത്തേക്ക് ആക്കാതെ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ കേക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിലായിട്ടൊരു പേപ്പറോ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കട്ടെ. പിന്നെ ആ താഴെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അതേപോലെ പോകുമ്പോൾ ഒരുപാട് താഴത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലത്തെ കേക്കൊക്കെ വരുമ്പോൾ കസ്റ്റമറോട് പറയണം എക്സ്ട്രാ ക്യാഷ് വരും എന്നുള്ളത് അവരോട് പറയണം. കാരണം ഒരുപാട് ഗ്ലിറ്ററൊക്കെ ഈ ഒരു കേക്കിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചെയ്തെടുക്കാനും ഒരുപാട് പണിയാണ്. ഗ്ലിറ്ററൊക്കെ വെച്ചിട്ട് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് നമ്മൾ അതേപോലെ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, കുറച്ച് പാടാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ വീഡിയോ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇങ്ങനത്തെ കേക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറോട് പറയണം നമുക്ക് അതിന് എക്സ്ട്രാ ക്യാഷ് വരും എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്മേൽ ഫ്ലവറും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു കേക്കിക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ ക്യാഷ് വരും. അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ കേക്കൊക്കെ ഓർഡർ എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കേക്കുകളൊക്കെ ചെയ്തെടുക്കട്ടെ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ മാനുവൽ ബ്രഷ് വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഫുള്ളായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ കേക്ക് ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്ലിറ്റർ വേണ്ടി വന്നിട്ട് ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ അടിയിൽ താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത കാരണം പിന്നെ അതിൽ നിന്നുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനത്തെ ഗോൾഡൻ ഗ്ലിറ്റർ ഒരുപാട് പല കളറിൽ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കസ്റ്റമർ തന്നെ തന്നൊരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബോഡിയിലൊക്കെ നമുക്ക് എടുക്കാം. ബോർഡുമേലായതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം എപ്പോഴും അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ നമുക്കത് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് നമുക്ക് ബോർഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ബോർഡൊക്കെ ഒന്ന് നീറ്റാക്കിയാൽ കുറച്ച് പാടാട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പണി പെട്ട് തന്നെ ബോർഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അതിന് ശേഷം അതാ നമ്മൾ ഇതിന്മേൽ റോസ് വെച്ച് കൊടുക്കണം. അപ്പോൾ 3 റോസിൻ്റെ ഫ്ലവറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവറിന് ഒന്നിന് 26 രൂപ 25 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം വെക്കുമ്പോൾ ആ 3 ഫ്ലവറിൻ്റെ പൈസ നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്യണം. അതേപോലത്തെ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ്റെ 2 ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ കേക്കിൻ്റെ റേറ്റ് നമ്മൾ പറയാനായിട്ട്. ഈ ഒരു കേക്കിന് 750 രൂപയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലാസ്റ്റ് നമുക്ക് ഇതിൽ ഫോണ്ടൻറ്റിൽ നെയിമും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്